ആൻഡ് ഫൈനലി എത്ര നാൾക്ക് ശേഷം ഇതുപോലെയൊക്കെ നിങ്ങളെയൊക്കെ എത്ര മിസ് ചെയ്തെന്നറിയോ? ശരിക്കും മിസ് ചെയ്തു. പിന്നെ നിങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. ജോൺസനൊക്കെ അങ്ങനെ തന്നെ ഇപ്പോഴാ ചില്ലായിട്ട്. ശരിക്കും ശരിക്കും ഞാൻ മിസ് ചെയ്തടാ. ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. ശരിയാ, പഴയ ഡേയ്സൊക്കെ തിരിച്ചു വന്ന പോലെ. നീയെ ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു. ഓ പിന്നെ വലിയ മിസ്സേല്. എനിക്കറിയാടാ, ഇത്രയും മിസ് ചെയ്തിട്ടാണോ നീ എൻ്റെ കല്യാണത്തിന് വരാതിരുന്നേ? ചുമ്മാ അവൻ അടിക്കുക ഓരോന്ന്. ഓ തുടങ്ങി വീണ്ടും. എടാ നിന്നോടല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് സത്യമായിട്ടോടെ ഭയങ്കര തിരക്കായി പോടാ. അല്ലെങ്കിൽ ഞാൻ എന്തായാലും വന്നാനേ. പിന്നെ ഇപ്പൊ ഇത്രയും ധൃതി പിടിച്ച് വന്നാ എന്നെ നിന്റെ കല്യാണം കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അവൻ ഓരോന്നും പറഞ്ഞ്. ഓ അതൊക്കെ വിട്. എന്നാലടാ ഇന്ന് രാവിലെ കൂടെ നീ എന്നെ വിളിച്ചതല്ലേ? അപ്പൊ പോലെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം. അതിനാണ് സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് വന്നാ നിന്റെയൊക്കെ മുഖം ഇങ്ങനെ ഇരിക്കോ? അതൊക്കെ വിട്. നമ്മുടെ താരം എന്തേ? താരത്തിന് ഇതുവരെ കണ്ടില്ലല്ലോ. അവൾക്ക് വീട്ടിൽ കയറാനൊന്നും സമയമായില്ലേ? അല്ലെങ്കിൽ ഇവിടെ മുഖവും വീർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കാണാലോ. ഓ അതിനൊന്നും ഇപ്പോഴൊരു മാറ്റം ഇല്ല. തമ്പുരാട്ടി ഇപ്പഴാ കയറി വന്നേ. എന്നിട്ട് മുഖവും വീർപ്പിച്ച് അവളവളുടെ മുറിക്കകത്തിരിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും പിന്നെ പിടിക്കില്ലല്ലോ. ആണോ? എന്ന് നാം ഒന്ന് പോയി മുഖം കാണിച്ചിട്ട് വരാം. കുറെ നാളായില്ല അവളെ കണ്ടിട്ട്. എന്താന്നറിയില്ല, വല്ലാത്തൊരു ആകാംക്ഷ. പോയി കണ്ടിട്ട് വരാം കേട്ടോ. എടാ നിനക്ക് വേറെ പണിയില്ലേ? വന്ന് കേറിയപ്പോ തന്നെ അവളുടെ വായിലിരിക്കുന്ന കേൾക്കാനായിട്ട് പോകുവാ നീ. വെറുതെ ഇരിക്കും. അല്ലെങ്കിൽ തന്നെ അവളുടെ മൂടിപ്പോ ശരിയൊന്നുമല്ല. വെറുതെ അവളുടെ വായിലിരിക്കുന്ന കേൾക്കണ്ട. അതിന് നീയല്ല ഞാൻ. നീ കണ്ട മോനെ, അവിടെ ഞാൻ എന്റെ വരച്ച വരയിൽ നിർത്തും. അല്ലാതെ നിങ്ങളെ പോലെ പേടിച്ച് തറച്ച് നിക്കത്തില്ല. ഓ പിന്നെ വരച്ച വരയെ നിർത്താൻ പോകുന്നു. ദേ ആ വര നിന്റെ നെഞ്ചത്താകാതിരിക്കാൻ നോക്കിക്കോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്ന് പോടെ ഇറക്കാം. നിനക്കെന്നെ അറിയാത്തണ്ട. എന്റെ കർത്താവേ, ജസ്റ്റ് മിസ്. ഇപ്പൊ എങ്ങാനും കേറി കൊടുത്ത അവൾ ആ പഞ്ചിങ് ബാഗിന് പകരം എന്നെ ഇട്ടിടിക്കും. എന്താടാ, എന്തു പറ്റി? നീ അവളെ കണ്ടില്ലേ? ആ അത് പിന്നെ സമയം ഇപ്പൊ ഒരുപാട് വൈകിയില്ലേ? രാത്രിയായില്ലേ? അവള് കിടന്നിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല, ഈ രാത്രി ഇങ്ങനെ അവളുടെ മുറി കയറി ചെല്ലാന്ന് പറയുന്നത് അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് നാളെ കാണാം. അതാ ശരി. അതെ അതെ അതെ, അത്രയും ആയുസ് നിനക്ക് നീട്ടിക്കിട്ടുമല്ലോ ഏതായാലും. കുക്കി, ആ, ഓ നീയോ? മനുഷ്യന്മാരെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നിന്നെ കുറക്കൊന്നുമില്ലേ? ഏത് നേരം നോക്കിയാലും പട്ടിയെ പോലെ മണപ്പിച്ച് നടക്കും. എന്ത് കഷ്ടം ഇത്! മനുഷ്യന്മാർക്ക് സമാധാനം തരില്ല എന്ന് ഉറപ്പിച്ച് വെച്ചേക്കണോ നീ? ഹോ, അത് അത് പിന്നെ നിന്നെ ഈ സമയത്ത് ഇവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടാക്കുന്നു. അതാ ഞാൻ ചോദിച്ചേ. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? സ്റ്റോപ്പ് ഇറ്റ് മെറിക്. നിന്റെ ഈ കെയർ ചെയ്യുന്ന പോലത്തെ ആക്ടിങ് ഉണ്ടല്ലോ, അത് നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ അങ്ങനല്ലല്ലോ. എന്നെ ദ്രോഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ ചെയ്യുന്നതല്ലേ? അതിനുവേണ്ടിയില്ലേ നീ ഈ പെണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്കറിയാം, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നിന്റെ ഈ ആക്ടിങ് കാണുമ്പോഴോ എന്നെപ്പറ്റി ഓർത്ത് നീ ബോധയുടെ ഇതൊക്കെ മതി. ഇനി വേണ്ട, നിർത്തിക്കോ. എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. കുക്കി നീ എങ്ങോട്ട് ഈ രാത്രി പോകുന്നേ? കുക്കി, എന്തൊക്കെയാണെങ്കിലും നീ നിക്ക. ഈ രാത്രി ഇപ്പൊ പോകണ്ട. തനിച്ച് പോകുന്നത് ശരിയല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്നോട് തന്നെയല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞേ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? അത് ചെവി കേക്കില്ലേ? എന്തിന് ഏത് നേരം ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? നീ എന്താ പറഞ്ഞേ?
തനിച്ചു പോകുന്ന ശരിയല്ലെന്നു. ഈ ജിയോടെ എന്നും തനിച്ചാ. എല്ലാവരും എന്നെ തനിച്ചാക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തനിച്ചു പോകുന്ന കാര്യത്തെപ്പറ്റി നീ എന്നോട് പറയണ്ട. എനിക്കെന്നെ നോക്കാൻ നന്നായി അറിയാം. നീ എന്താ ഇവിടെ? ഈ രാത്രി നീ എന്തെടുക്കാ? അത് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി. ഉം. അവളവിടേക്ക് പോയതാ ഈ രാത്രി? അറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ, നീ വാ, പോയി കിടക്കാം. ഇനി എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? വാ, നേരെ ഒരുപാടായി, വന്ന് കിടക്കാൻ നോക്കൂ. അവളായി അവളുടെ പാടായി, അതിലൊന്നും നമ്മ ഇടാനുള്ള ആവശ്യമില്ല. ഞാൻ വരാം, നീ പൊക്കോ. നീ ആരെ ഈ സമയത്ത് കോൾ ചെയ്യുന്നേ? അത് പിന്നെ ഫെലിയൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. എന്തിന്? പിന്നെ ഞാൻ എന്താ ചെയ്യാ ഈ സമയത്ത്, ഈ രാത്രി? അവളെ ഒറ്റയ്ക്ക് എങ്ങനെ ഞാൻ വിടുന്നേ? ഒന്നാമത് അവൾ ഇഞ്ചോർഡ് ആയിട്ടിരിക്കുക. ഈ സമയത്ത് ഇങ്ങനെ പുറത്തു പോയാ, അതാ ഞാൻ ഫെലിയെ വിളിക്കാന്ന് വിചാരിച്ചേ. അവനാകുമ്പോ കുഴപ്പമില്ല, അവൻ പറഞ്ഞ കേൾക്കും. നിനക്ക് വട്ടുണ്ടോ മെറിക്? അവളെ പച്ച മലയാളത്തിലല്ലേ നിന്നോട് പറഞ്ഞത് അവളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ടെന്ന്? പിന്നെ എന്തിനാ നീ വീണ്ടും അവളെ കെയർ ചെയ്യുന്നേ? ഇതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. ആർക്കും ആവശ്യമില്ലാത്ത? നിനക്കോ അതോ അവക്കോ? അപ്പൊ എന്റെ കാര്യോ? എനിക്ക് എന്റെ സമാധാനത്തിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ആരും എന്താ എന്നെ മനസ്സിലാക്കാത്തെ? അവൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും, പക്ഷെ എനിക്ക് അവളോട് മെറി, ഞാൻ അങ്ങനെ. നീ ഇപ്പൊ എന്തായാലും ചെല്ല്, ഞാൻ എന്റെ കോൾ ചെയ്തിട്ട് വരാം. ഇച്ചായ, അവളാന്ന് തോന്നുന്നു. മുറ്റത്തൊരു ബൈക്ക് വന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇച്ചായ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം അവളെ. ഞാൻ പിന്നെ വിളിക്കാം. ശരിയെന്നാ. എന്ത് നോക്കിക്കോ, കേറി പോരും. കേറാൻ വേണ്ടി വന്നതല്ല, കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ നിന്നെ. കൊണ്ടുപോകാനോ? എവിടേക്ക്? ഈ പാതിരാത്രിക്ക് നീ എന്നെ എവിടേക്കാ തട്ടിക്കൊണ്ടുപോകുന്നു? നിനക്ക് കിട്ടിയിരുന്നു പോരെ കുക്കി? അവന്റെ കാലായിരുന്നില്ല, നിന്റെ കാലായിരുന്നു തല്ലി ഓടിക്കണ്ടേ. ഓ ഓ ഇങ്ങനെ പിടയ്ക്കാതെ ഫെല്ലി, നീ ഇപ്പൊ വന്ന് വണ്ടി കയറാൻ നോക്ക്, ഞാൻ എല്ലാം പറയാം. അയ്യടാ, ഞാനെങ്ങും ഇല്ല, നീ ഒറ്റക്കങ്ങ് പോയാ മതി. എനിക്കൊന്നും വയ്യ അടുത്ത പുലിവാലെടുത്ത് തലേ വെക്കാൻ. ഫൈൻ, നീ വരണ്ട, എനിക്കറിയാം ഒറ്റക്ക് പോകാൻ. ഓ പിശാശ്, മനുഷ്യന്മാർക്കൊരു സമാധാനം തരില്ല. അങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ ഒന്ന് കേറട്ടെ. അങ്ങനെ വഴിക്ക് വാ മോനെ ഫെലി. എനിക്കറിയില്ലേ നിന്നെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന്. ഓ ദുഷ്ട, വിളിക്കുന്ന കണ്ടില്ലേ അവള്. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? അതും ഈ രാത്രി? നീ എന്തൊപ്പിക്കാനുള്ള പരിപാടിയാ കുക്കി? ഓ എന്റെ ഫെലി, ഇങ്ങനെ കിടന്ന് തിളക്കാതെ ഒന്നും മിണ്ടാതെ വാ. നീ ആൾക്കാരെ വിളിച്ച് കൂട്ടോ. നീ എങ്ങോട്ട് വരാനേ പറയുന്നേ? കമ്പനിക്കോ? എന്തിനാ ഈ രാത്രി? ഇപ്പൊ കമ്പനി പോകേണ്ട ആവശ്യം എന്താ? നീ എന്തിനുള്ള പുറപ്പാടാ കുക്കി? അതൊക്കെ പറയാം, നീ ഇപ്പൊ ഒന്ന് എന്റെ കൂടെ മിണ്ടാതെ വാ. ആ സെക്യൂരിറ്റി എങ്ങനെ കണ്ട പണി പാളും. കുക്കി എന്തേ ചെയ്യുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നേ? കുക്കി, എനിക്ക് പേടിയാവുന്നു. ജോൺസൺ എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ, നമ്മുടെ കഥ തീർന്നത് തന്നെ. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വാ. ഫെലി, നീ ആ സെക്യൂരിറ്റി അവിടെ നിന്ന് പോയാന്ന് നോക്കിയേ. എനിക്ക് വയ്യ, നീ നോക്ക്. എനിക്ക് പേടിയാവുന്നു ദുഷ്ടേ. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇങ്ങനെ
പേടിക്കാതെ നീ ഇങ്ങോട്ട് വാ. കുക്കി, നിനക്ക് എവിടെന്നാ ജോർജിന്റെ ക്യാബിന്റെ കീ കിട്ടിയേ? പിന്നെ പപ്പയുടെ ക്യാബിലെ കീ കിട്ടാനല്ലേ ഇത്ര വലിയ പാട്. നീ ഇങ്ങ് വന്നേ, എന്നിട്ട് ഞാൻ പറയുന്ന ഫയലൊന്ന് നോക്കിയേ. ഫയലോ? എന്ത് ഫയല്? നീ എന്തിന്റെ കാര്യ പറയുന്നേ? എന്തിനാ ഇപ്പൊ ഫയലൊക്കെ നോക്കുന്നേ? കുക്കി, നീ എന്ത് ചെയ്യാനാ? എന്തൊക്കെയാ ഈ നടക്കുന്നു? എനിക്ക് പേടിയാക്കുന്നു. ദേ, അടുത്ത കുരുത്തക്കേട് വല്ലതും ഒപ്പിക്കാനാണെങ്കിൽ എന്റെ തലയെ കൊണ്ട് വെക്കല്ലേ ദൈവത്തെ ഓർത്ത്. എനിക്ക് എനിക്ക് ജോൺസന്റെ മുഖം ഓർക്കുമ്പോ തന്നെ പേടിയാകുന്നു. ഓ, നീ പേടിക്കണ്ട, നിനക്കൊന്നും പറ്റില്ല. നീ ഇപ്പൊ ഫയല് നോക്ക്, ഒരു കോൺട്രാക്ട് ഫയലാ. നീ ഒന്ന് വേഗം നോക്കിയേ. കോൺട്രാക്ട് ഫയലോ? എന്തിനിപ്പോ അതൊക്കെ? ഓ, ഇവിടെ അല്ലേലും അതെ, മനുഷ്യന്മാർക്ക് ഒരു പണി ഉണ്ടാക്കാൻ. എന്തായാലും വേഗം എടുത്തിട്ട് ഇവിടുന്ന് പോകാം. എവിടെയാണോ എന്തോ, എനിക്ക് പേടിയാവുന്നു. ഈ പെണ്ണ് കുക്കി, ഇതെങ്ങാനാണോ? ഈ ഫയലാണോ? എവിടെ നോക്കട്ടെ. ഇത് ഇത് തന്നെ. ഇത്, ഓ രക്ഷപ്പെട്ടു. ഇത് തന്നെയാ ഫയല്. ഓ, സമാധാനായി. നിനക്കെന്തിനാ ഈ ഫയല്? ഇത് ഏതോ എയർ കമ്പനിയിലായിട്ടുള്ള കോൺട്രാക്റ്റിന്റെ ഫയലല്ലേ? അതെന്തിനാ നിനക്ക്? അതൊക്കെ ഉണ്ട് മോനെ ഫിലി. എന്തായാലും പോകുന്നതിന് മുമ്പ് ആ CCTV ഫോട്ടേജ് കൂടി ഒന്ന് ഡിലീറ്റ് ചെയ്യണം. CCTVയോ? എടി ദുഷ്ടപ്പ, ഇവിടെ CCTV ഉണ്ടോ? എന്നിട്ടാണോ നീ ഇങ്ങനെ ഒരു മുഖമോടി പോലും വെക്കാതെ എന്നെ കേട്ടിച്ച്? എടി, നീ എന്നെ കൊല്ലാനുള്ള പുറപ്പാടാണല്ലേ? എടാ ഫിലി, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? പിന്നെ ഇത്രയും വലിയ കമ്പനിയിൽ CCTV ഉണ്ടാവാതിരിക്കോ? നീ ശരിക്കും ഒരു പൊട്ടൻ തന്നെ. ആടി, അങ്ങനെ തന്നെ വിളിക്കേ. അല്ലെങ്കിൽ നിന്റെ കാര്യം കഴിഞ്ഞല്ലോ. നീ പൊട്ടെന്നോ മണ്ടെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാനോ? ദുഷ്ട. ശരി എൻ്റെ പൊന്നു ഫിലി, ഞാൻ നിന്നെ മണ്ടെന്ന് വിളിച്ചോളാം. ഓക്കെ? പിന്നെ ഇവിടെ വന്ന കാര്യം നീ ആരോട് പറയാൻ നിൽക്കണ്ട. വെറുതെ എന്തിനാ നീ നിന്റെ കുഴി തോണ്ടുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്കിപ്പോ ഈ ഫയൽ എന്തിനാ? അത് ഇതുവരെ പറഞ്ഞില്ല. എന്തിനാ ഈ രാത്രി ഇവിടെ വന്ന് ഈ ഫയൽ എടുത്തേ? കുക്കി, ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. പുതിയ സിഒക്ക് പപ്പ കൊടുത്ത പ്രോജക്റ്റിൻ്റെ ഫയലായത്. അടുത്ത ദിവസം AL കമ്പനിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അന്ന് ഈ ഫയൽ അവർക്ക് സമർപ്പിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യൊപ്പ് കൂടി അതിലിരിക്കട്ടെ എന്ന്. അതിനെടുത്തതാ. മനസ്സിലായില്ല. എന്താ നീ ഉദ്ദേശിക്കുന്നത്? വേറെന്തിനാ, ഇത് മെറിക്കിനുള്ള പണിയാ. കുറേ നാളായില്ലേ അവൻ ഈ ജിയോണ ജോൺ അബ്രഹാമിൻ്റെ സ്ഥാനങ്ങൾ തട്ടിയെടുക്കുന്നു. ഇനി അതിനുള്ള അവസാനമാണ്. ഇതോടെ എല്ലാം ഞാൻ അങ്ങ് നിർത്തിക്കും. ഇനി അവൻ എൻ്റെ വഴിക്ക് വരില്ല. ഞാൻ വരുത്തില്ല.